അല്ല അപ്പം ഇന്നത്തെ പരിപാടി ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. കസ്റ്റമർ വെച്ചാൽ പാസഞ്ചർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ്റെ വണ്ടി എന്തോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ലെജൻഡ്ര എന്തോ ബ്രേക്ക് ഡൗൺ ആയി. അതിവിടെ ഗോഡൗണിലുണ്ട്. അപ്പം അത് നമുക്ക് ശരിയാക്കി ആളുടെ കൊണ്ട് കൊടുക്കണം. ഞാൻ ആദ്യം വിചാരിച്ച ഡ്യൂക്ക് എടുത്തിട്ട് പോകാമെന്നാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റേ മെക്കാനിക്കിനെ പോയി വിളിക്കേണ്ടി വരും. നമുക്ക് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷെ സ്റ്റാർട്ടാവുന്നില്ല, എന്ത് വെച്ചിട്ടും സ്റ്റാർട്ടാവുന്നില്ല. പക്ഷേ അതൊക്കെ കണ്ടല്ലേ, നമുക്ക് മെക്കാനിക്കിനെ വിളിക്കല്ലേ. അപ്പം ഞാൻ എന്തായാലും ഊസ് എടുക്കാം. ഞാൻ ഇന്നോവ എൻ്റെ ടാക്സി കുറച്ച് മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കാറുള്ളൂ. സ്കോർപ്പിയോ എടുക്കുന്നത് കുറവാണ്. സ്ഥിരം ഞാൻ എൻ്റെ ആവശ്യത്തിന് പോകണമെങ്കിൽ കേസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ആവശ്യത്തിന് മാത്രമേ ഇപ്പം ഉറൂസ് ഞാൻ എടുക്കാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അല്ല, എൻ്റെ ആവശ്യത്തിനല്ല. മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ടാക്സിക്ക് ഞാൻ ഇന്നോവ എടുക്കും. പിന്നെ എന്താ പറയുക, ടാക്സിക്ക് ഇന്നോവ എടുക്കും. ഇതുവഴി പോകാൻ പറ്റുമോ അല്ലെങ്കിൽ കണ്ടാലേ മറ്റേ അറിയുമ്പോൾ ടാക്സിക്ക് ഇന്നോവ. പിന്നെ എൻ്റെ യൂസിന് മാത്രം ഞാൻ സ്ഥിരം എടുക്കുന്ന വണ്ടി എന്ന് ഓടിച്ച കാർ ഓടിച്ച യൂസാണ്. ഞാൻ സ്കോർപ്പിയോ അത്ര യൂസ് ചെയ്യാറില്ല ഗൈസ്. അതിടയ്ക്ക് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അടിച്ചു പോകും വണ്ടി. സ്ഥിരം ഞാൻ ഉറൂസ് എടുക്കുന്നത്. പൂജിക്കണം ഗൈസ്. അപ്പം ആദ്യം നമുക്ക് മെക്കാനിക്കിന് മേടിക്കാം. നമുക്ക് വണ്ടി നമുക്ക് കാണിച്ചു പോകും. നമ്മൾ വണ്ടി പാസഞ്ചറിൻ്റെ വണ്ടി ഇവിടെ ലെജൻഡർ ഇതാണ് വണ്ടി. ഇത് സ്റ്റാർട്ട് ആവുന്നില്ല, അതാണ് പറ്റിപ്പോയത്. അതുകൊണ്ടാണ് ഒന്നായാലും ആ പാസഞ്ചർ എൻ്റെ അടുത്ത് വരാനുള്ള കാരണം തന്നെ ഇങ്ങനെ സ്റ്റാർട്ട് ആവുന്നില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടാവും. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ നഗറിലേക്ക് ഇടാം. അവിടെയാണ് മൈ ഗോഡ്. അയ്യോ ഗായ്സ്, അയാൾ ചത്ത. അയാള് മരിച്ചെന്നാ തോന്നുന്നത് ഗായ്സ്. അയാള് മരിച്ചെന്നാ തോന്നുന്നത് ഗായ്സ്. നമുക്ക് വണ്ടി എടുത്ത സ്ഥലം പോലീസിനെ വിളിക്കാനുള്ളൂ. ഫ്രാങ്ക്ലിൻ, താൻ ആരും ഇടിച്ചെന്നാ കണ്ടു, വേഗം സ്റ്റേഷനിലേക്ക് വരും. ഓക്കെ സാർ. ഗായ്സ് പണിപ്പാളി, നല്ലൊരു ആശയത്തിന് ഇറങ്ങിയപ്പോൾ തന്നെ പണിപ്പാളി ഗൈസ്. പക്ഷെ ഞാൻ സ്പീഡിൽ വന്ന് അയാളും അവിടെ സ്പീഡിൽ വന്നു. അതാണ് ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അയാളും ശരിക്കും സ്പീഡിൽ വന്നു. ഡാഷ് ക്യാമറ ആള് വന്ന പോലീസ് CCTV കൂടെ കണ്ടു. എൻ്റെ വണ്ടി ഇടിച്ച് വണ്ടിക്ക് ഡാമേജ് വന്നു. അവിടേക്ക് പോയി. എൻ്റെ പുതിയ വണ്ടി, പക്ഷെ സൗണ്ടിനൊന്നും കുഴപ്പമില്ല. അവിടേക്ക് സ്ക്രാച്ചോ എന്തൊക്കെയോ ആയി, എന്തൊക്കെയോ ആ വണ്ടി കയറി തട്ടി. ഓക്കെ സാറേ, താ ഈ വണ്ടി ഇവിടെ ഇട്ടിട്ടോ സാറേ. കേസുണ്ട്. അല്ല സാറേ, ഞാൻ സ്പീഡ് ചോദിച്ചാൽ അത് ശരിയാണ്. പക്ഷെ അയാൾ സ്പീഡ് വരികയാണ്. ഞാൻ അപ്പത്തേക്കും എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ആൾ പെട്ടെന്ന് വന്ന് എന്നെ വണ്ടി ഇടിച്ച്. സാറേ, ആൾക്ക് തൽക്കാൻ കുഴപ്പമില്ല, പക്ഷെ താൻ വണ്ടി ഇട്ടേ പറ്റൂ. താൻ ഡാഷ് ക്യാം തന്നെ സമ്മതിച്ചാലും അയാൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഉറപ്പിച്ചിട്ടേ പറ്റുള്ളൂ. അവസാനം സാറേ വിട്ടിട്ട് പോടോ. ഗായ്സ്, എൻ്റെ വണ്ടി ഇവിടെ നശിക്കുമോ എന്തോ. നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ വണ്ടി പോയി. താങ്ക്സ്. ഇപ്പോൾ സ്കോർപ്പിയോ എടുത്തിട്ട് പോവാം. അയ്യോ, എവിടേക്കോ പോയി ഗൈസ്. എൻ്റെ വണ്ടി പോയി ഗൈസ്. അടിച്ച് പോയെന്നല്ല, ബമ്പർ എന്തൊക്കെ പോയി. സാറേ എന്നാക്കി. പോയിക്കോ. പക്ഷേ ഞാൻ സെക്യൂരിറ്റി എടുത്താ പറഞ്ഞ ഇനി വീട്ടിൽ പോയി ഉറൂസ് എടുത്തിട്ട് പോവാം ഗൈസ്. മനുഷ്യ ഒന്ന് റിച്ചായി വന്നപ്പോഴത്തേക്കും എന്ത് ഗൈസ്, എൻ്റെ വണ്ടി പോയി. എനിക്ക് കേസാവെന്ന് അറിയത്തില്ല. എനിക്ക് കേസായാലും കുഴപ്പമില്ല, വണ്ടി പോയത് എൻ്റെ പ്രശ്നം. പുതിയ വണ്ടി തട്ടി ഗൈസ്. ഞാൻ പൂജിച്ചത് പോലും ഇല്ല. ഇതല്ലേ പ്രശ്നം, പൂജിച്ചത് പോലും ഇല്ല ഗൈസ്. പൂജിക്കാതെ വണ്ടി അത് തട്ടിയത്. നല്ല സമയം അങ്ങനെയാണെന്ന് പറ്റ. അയ്യോ ഗായ്സ്, ഞാൻ ഒന്ന് വീണല്ലോ മതിൽ ചാടി. ഇപ്പം കാഴ്ച തലയ്ക്ക് എന്തോ പോലെ ഉണ്ട്.
ഇപ്പം എനിക്ക് കുഴപ്പമില്ല, ഡ്രൈവ് ചെയ്യാൻ പറ്റും. അത് ഞാൻ തൽക്കാൻ പാസഞ്ചറിൻ്റെ വണ്ടി ശരിയാക്കിയിട്ട് തല ശരിയാക്കാൻ കഴിച്ചു. അത് ഞാൻ വേറൊരു നോക്കിയും കണ്ടുപോയി മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് വരാം. അപ്പോഴേക്കും എന്തൊരു തല വേദനിക്കുന്നു. അയ്യോ അയ്യോ, ഇതൊന്നും പറ്റിയില്ല. തല നല്ല വേദനയുണ്ട്. എനിക്ക് അറിയത്തില്ല എന്തായിരുന്നു. ഓക്കെ, നമുക്ക് നേരെ നാട്ടിൽ വീണ്ടും വരില്ല. ഏത് കോയിൻസ് ഒക്കെ വരുന്നുണ്ട്. കഴിച്ചിട്ട് എന്ത് കഴിച്ച് പറ്റിയത്? എനിക്ക് തല നന്നായി വേദന എടുക്കുന്നുണ്ട്. ഞാൻ തൊപ്പി വെച്ചില്ലല്ലോ. ഇല്ല, തൊപ്പിയും വെച്ചില്ലെന്ന് തോന്നുന്നു. നന്നായി വേദന എടുക്കുന്നുണ്ട്. അവിടെ തല അടിച്ചാൽ ഞാൻ തല തട്ടും. കളഞ്ഞിട്ട് തോന്നില്ല. എനിക്ക് വയ്യ. അയ്യോ, വേറൊരു കാര്യമാണ് ഷഫിളായിട്ടേക്കും വരുന്നത്. മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൻ്റെ ഇട് ആ ഡൈനോസ് കാരണം ഞാൻ ഒരു വർഷം കിടന്നതും അത് കിടന്നിട്ടില്ല. പിന്നെ എനിക്ക് ഈ അവസ്ഥ. ഇതിന് വയ്യല്ലേ പറഞ്ഞ. ഇത് രണ്ടാമത്തെ വട്ടം പണി കിട്ടുന്നത്. ഈ അടുത്തായിട്ട് സ്കോർപ്പിയോ എടുത്ത് എവിടെയാണ് മെക്കാനിക്കിന്റെ വീട് വരുന്നത്? ഇപ്പൊ എന്റെ പരിചയത്തിൽ മെക്കാനിക് ഉണ്ട്. ഇതാണ് വീട്. ബ്രേക്ക് വണ്ടി ചെറുതായി റോളായില്ല, ബോഡി റോളായില്ല. ഓക്കെ, ഞാൻ വിളിക്കട്ടെ. ആ ചേട്ടാ, ഒരു കേസ് ഉണ്ടായിരുന്നു. എന്തു പറ്റി? അല്ല, എൻ്റെ ഞാൻ ഇപ്പം ടാക്സി ഡ്രൈവറാണ്. അപ്പം എൻ്റെ ഒരു പാസഞ്ചറിൻ്റെ വണ്ടി ഡാമേജ് ആയിട്ട് അത് റിപ്പയർ ചെയ്യാനായിരുന്നു. താൻ വണ്ടി എടുത്തു, ഞാൻ എല്ലാം എടുത്തിട്ട് വരാം. ഓക്കെ ചേട്ടാ, ഓക്കെ. ചേട്ടാ, ഇന്ന് ശരിക്കും ജോലിയൊന്നുമില്ലേ? ഇന്ന് ഞാൻ കപ്പത്തില്ല. ഞാൻ ശരിക്കും വീട്ടിലിരിക്കുക. ബാറ്ററി വണ്ടിക്ക് എന്തോ തന്നെ കണ്ടിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, താൻ പ്രശ്നം ചെയ്യാൻ. അതായിട്ട് പണിയിട്ട് ഞാൻ ഇപ്പം അങ്ങോട്ട് എൻ്റെ ഉറൂസൊക്കെ എടുത്തായിരുന്നു. ഇതെൻ്റെ പുതിയ വണ്ടിയാണ്. അപ്പം എനിക്കൊരു ലംബോർഗിനി ഉറൂസ് ഉണ്ട്, അതറിയോ? ലംബോർഗിനി ഉറൂസ് എനിക്കറിയാം. അത് ഇന്ത്യയിലും വന്നല്ലേ? അപ്പം അതെന്താന്ന് വെച്ചാൽ ഞാൻ ശരിക്കും റോഡിലൂടെ പോയപ്പോഴത്തേക്കും ഞാൻ എന്താ പറയാ, ഒരു ബൈക്ക് പെട്ടെന്ന് വന്നു. ഞാൻ സ്പീഡിൽ പോയായിരുന്നു. അപ്പം ഞാൻ സ്പീഡിൽ പോയപ്പോൾ ആ ബൈക്കുകാരൻ എൻ്റെ സൈഡിൽ വന്ന് തട്ടി. എന്തായാലും പോലീസുകാരും CCTV ഫുട്ടേജ് കണ്ടു. ഞാൻ വിളിച്ച് പറഞ്ഞൊന്നുമില്ല. അയാളൊന്ന് കേസ് ഒന്ന് കൊടുത്തത് അങ്ങനെ കണ്ടവര്. ആളിപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ വണ്ടി അവിടെ പിടിച്ചിട്ടൊക്കെ കേട്ടാ. മാത്രമല്ല, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഓടി വന്നപ്പോൾ മതിലാടി ഇപ്പം തലയടിച്ച് തല നന്നായി വേദന. അതാ കൊണ്ട് കാണിക്കാതെ ഇങ്ങനെ വച്ചുകൊണ്ടിരുന്ന കുഴപ്പമില്ലെന്നു കൊണ്ട് കാണിക്കുക. ഇനി പ്രശ്നമാകുക ഞാൻ പറയാണ്. ഓക്കെ, ഇവിടെയാണ് സ്ഥലം. ഗോഡൗണിലാണ് കിടക്കുന്നത് ചേട്ടാ. ലെജൻഡറാണ്, ഫോർച്യൂണർ ലെജൻഡറാണ്. ഓക്കെ, ലെജൻഡർ ഇവിടെ കിടപ്പുണ്ട് ചേട്ടാ. ഇതാണ് ലെജൻഡർ. ഞാൻ വരുവാ. ചേട്ടാ, അപ്പം ഇത് റിപ്പയർ ചെയ്തൊക്കെയോ? ഞാൻ ഇത് തുറന്നു തരാം. പിന്നെന്താ റിപ്പയർ ചെയ്യാം. ഗൈസ്, റിപ്പയറിങ് എല്ലാം കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് ഈ വണ്ടി കൊണ്ട് കൊടുക്കാം, ഓടിച്ച് നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ ഇത് ഓടിക്കുക. കൊള്ളാല്ലേ വണ്ടി? നല്ല നോക്കി ഓടിക്കട്ടെ. അയ്യോ, ഇവിടെ ഫുൾ ലെജൻഡർ സീസൺ എന്നൊക്കെ പറയുന്നല്ലേ. റോഡിലിപ്പോൾ ലെജൻഡറൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടാ, ഞാൻ ചേട്ടനെ കൊണ്ടാക്കിയിട്ട് ആൾക്കൊണ്ട് വണ്ടി ഓടിക്കാവേ. ശരി ശരി. പാസഞ്ചറിൻ്റെ വണ്ടിയായി കൈകാര്യം ചെയ്യണം. ഫ്രണ്ടിൽ കാണാത്തത്
ഒരു ഫോർച്യൂണറിന്റെ ലുക്ക് തന്നെ ഉണ്ട്. സ്റ്റിയറിംഗൊക്കെ നല്ല വെയിറ്റ് ആയി. പക്ഷെ ഞാൻ ഇത് ആരുടെ ഇതില്ലാതെ ഓടിക്കുന്നത് മെക്കാനിക് ആയിട്ട് പോലും പറഞ്ഞില്ല. കാരണം എനിക്ക് ഓട്ടോമാറ്റിക് വണ്ടി മനസ്സിലായി എങ്ങനെ ഓടിക്കണമെന്ന്. പതുക്കെ ബ്രേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ബോഡി റോൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ബ്രേക്ക് ചെയ്യാലേ അങ്ങ് വളഞ്ഞങ്ങ് പോകും. അതൊക്കെ ഈ വെള്ളത്തിൽ ഒരു സൈഡ് മൗണ്ടൻ പോലെ ഉണ്ട്, പിന്നെ ഒരു സൈഡ് അങ്ങ് ചാടി ഇങ്ങോട്ട് എത്താൻ പറ്റും. ആ ചേട്ടാ ഞാൻ അത് പറഞ്ഞപ്പോ എൻ്റെ വണ്ടിയും പോയി ചേട്ടാ. ഞാൻ പൂജിച്ചത് പോലും ഇല്ല. വണ്ടി എവിടെയൊക്കെ പാർട്സൊക്കെ ഒരേ എന്തൊക്കെയോ പറ്റി, സൗണ്ടൊന്നും ഇല്ല ചേട്ടാ. ആ കുഴപ്പമില്ല, എല്ലാം ശരിയാവും. ചേട്ടാ ഇറങ്ങിക്കോളൂ ചേട്ടാ. ആ ഞാൻ ഇറങ്ങാം. കാശ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ. ആള് പോയെങ്കിൽ നമുക്ക് നേരെ പാസഞ്ചർ ഇത് ഓരോന്നതാണ്. ഇവിടെ എന്തോ ഒരു ഇത് ഓരോന്നല്ലോ കണ്ടിട്ടൊരു ഭംഗിയില്ല. ഇതൊരു ഭംഗിയില്ല. ഇതിന്റെ ഡിസൈൻ വല്ലതും ആണോ? കണ്ടാ ഒരഞ്ഞത് പോലും ഉണ്ട് ഈ ഡിസൈൻ. ഇതിലും പേരാണ് ഫോർച്യൂണറിന്റെ ബാഗ്. അത് കുറച്ച് കുഴപ്പമില്ല. എന്നാലും എന്താ ഗൈസ്, എനിക്ക് ലക്കില്ല, എൻ്റെ വണ്ടി പോയി ഗൈസ്. ആണ് ഗൈസ് ചോറ് പോയല്ലോ. ഗൈസ് ഞാൻ ഈ വണ്ടി ഒന്ന് നേരെ റിപ്പയർ ചെയ്തു. മറ്റേ എൻ്റെ ചേട്ടനില്ലേ പുള്ളിക്കാരൻ്റെ അടുത്തോണ്ട് റിപ്പയർ ചെയ്ത ഗൈസ് ഈ വണ്ടി. ഞാൻ എൻ്റെ ട്രിപ്സപ്പ് എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് സാധ്യത ആ ചേട്ടൻ ഇങ്ങോട്ട് തന്നെ വിളിച്ച് പെട്ടെന്ന് ഡോറിങ്ങനെ ഫിറ്റ് ചെയ്ത ഗൈസ് ചെയ്തത്. ഓക്കെ. അയ്യോ വീണ്ടും പോണേ. അയ്യോ ഹാർഡ് ഷിപ്സ് ഗൈസ്. പക്ഷെ ഞാൻ ഇങ്ങനെ ഞാൻ ഭയങ്കര ഹാർഡ് ഷിപ്സാണ്. സ്പീഡൊക്കെ ഭയങ്കര ഓവർ സ്പീഡ് ഗൈസ്. ഓവർ സ്പീഡ്. എൻ്റെ വണ്ടി ഞാൻ കാണിച്ചു തരാം ഗൈസ്. എൻ്റെ ഉറൂസ് കിടക്കുന്ന കണ്ടിച്ച് തരാൻ ഗൈസ്. എനിക്ക് തന്നെ സങ്കടമാവും. കണ്ടു എൻ്റെ ഉറൂസ്. ലക്കിൻ്റെ കളിയൊന്നും പറയാൻ പറ്റത്തില്ലല്ലേ. ലക്കിൻ്റെ കളിയല്ല. ആദ്യമൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ ക്ലിപ്സ് ഒന്നും എടുത്തില്ല ഗൈസ്. ക്ലിപ്സ് എടുക്കാൻ മറന്നു. ക്ലിപ്സ് എടുത്താണോ അതോ ഞാൻ പറയുന്നതാണോ? ക്ലിപ്സ് എടുത്തില്ല അല്ലേ? ക്ലിപ്സ് എടുത്തില്ല ഗൈസ്. പെട്ടെന്ന് ഞാൻ വറിയായിപ്പോയി. അന്ന് വീഡിയോ ഓഫ് ചെയ്തു ഗൈസ്. ആ പറ്റിയത്. ഓക്കെ. അയ്യോ ഓക്കെ. ചാടിച്ചൊക്കെ പോകുന്നേ അമ്മച്ചിയെ നമ്മ. ഓക്കെ. പുള്ളിക്കാരൻ്റെ വീടുണ്ട് എവിടെയല്ലേ? ഓക്കെ. നമുക്കാക്കാം. ഓക്കെ. അവിടെ മെക്ലറിൻ അവിടെ കാണാനില്ലല്ലോ ഗൈസ്. വേഴ്സസ് മെക്ലറിൻ. താൻ വന്നായിരുന്നു. ആ സാർ വന്നു, വണ്ടി റെഡിയാക്കി. ഞാൻ എന്തോ പറയാതെ സാർ ഒരു പ്രശ്നം പറ്റിപ്പോയി. വണ്ടിയുടെ ഞാൻ ഓടിച്ചപ്പോൾ ഇച്ചിരി സ്പീഡ് കൂടിപ്പോയി. അങ്ങനെ പെട്ടെന്ന് അതിൻ്റെ എവിടെയോ തട്ടി ഡോറിളകി പോയി. പക്ഷെ ഞാൻ ഫിക്സ് ചെയ്തു പേടിച്ചിട്ട്. അതൊന്നും കുഴപ്പമില്ല. ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ എന്തോ വിഷമം ഉണ്ടല്ലോ സാറേ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വരുന്ന വഴിയിൽ എൻ്റെ ലംബോർഗിനി ഉറൂസ് ഉണ്ട്. എനിക്ക് ലംബോർഗിനി ഉറൂസും സ്കോർപ്പിയോയും ഇന്നോവയും ഡ്യൂക്കും ഉണ്ട്. അപ്പം എൻ്റെ ലംബോർഗിനി ഉറൂസ് എടുത്ത് മെക്കാനിക്കിനെ വിളിക്കാൻ പോയപ്പം ഒരു ബൈക്ക് സ്പീഡിലുണ്ട്. യമഹയുടെ ഏതോ ബൈക്ക്. ഞാൻ സ്പീഡിൽ പോയിരുന്നു. അതെന്താ വന്ന് എൻ്റെ സൈഡിൽ ഒന്ന് തട്ടി ഗൈസെല്ലാം സാറേ. എന്നിട്ട് അയാൾ ഒന്ന് തെറിച്ചെന്തോ വീണ്. അയാൾക്ക് വല്ലതും പറ്റുമോയെന്നറിയത്തില്ല. എൻ്റെ വണ്ടി ഇപ്പോൾ സ്റ്റേഷൻ ഇട്ടേക്ക്. പുതിയ വണ്ടിയാണ്, പൂച്ചത് പോലും ഇല്ല.
കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ എടുത്തിട്ട്. മാത്രമല്ല അവിടേക്ക് പോറൽ വരെ എൻ്റെ വണ്ടി പോയി സാറേ. എൻ്റെ പുതിയ വണ്ടിയായിരുന്നു. അപ്പം തന്നെ ഒരു കേസുണ്ടായി. ആണോ? കുഴപ്പമില്ല, ഞാൻ വരാം. എൻ്റെ വണ്ടിക്ക് താൻ ചെയ്തിട്ട് ഞാൻ ഒന്നും കെയർ ചെയ്യുന്നില്ല. എൻ്റെ വണ്ടിയുടെ ഇതിന് പോകുന്നത്. പക്ഷെ തൻ്റെ ഞാൻ ശരിയാക്കി തരാം. താൻ വന്നു ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യാം ഗൈസ്. ബൈ. ഞാൻ ഈ വീഡിയോ വെച്ചെൻ്റെ ഗൈസ്. അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ വേണമെന്ന്, ഞാൻ അവിടെ ആ പെട്ടെന്ന് ഇതായപ്പോൾ ഉള്ള ക്ലിപ്സും എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചത് ഞാൻ അറിയാൻ മറന്നുപോയതാ. ക്ലിപ്സ് ഇല്ലേ ശരിക്കും അതിൻ്റെ പകുതി വീഡിയോ എന്തോ പോയി. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ആ ക്ലിപ്സ് ഗൈസ് നൈസായിട്ട് പണി പാളിയിട്ടുണ്ട്. എല്ലാ ഡോറും പോയി. ആദ്യത്തെ ക്ലിപ്പിൽ നിങ്ങൾ കണ്ടെങ്കിലും എന്തോ തിരിച്ചിട്ടപ്പോൾ എല്ലാം ഡോറും പോയി ഗൈസ്. ഞാൻ ചേട്ടനെ ഇങ്ങോട്ട് വിളിച്ചു തരട്ടെ. വണ്ടിയാണെങ്കിലേ ചെറിയ പ്രശ്നം പറ്റി, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ചേട്ടനെ വിളിച്ചു തരട്ടെ ഗൈസ്. ഫ്രാങ്ക് ഇതെന്തോ കോപ്പാത്താൻ കാണിച്ചു വെച്ചിരിക്കുന്ന വണ്ടി നശിപ്പിച്ച. ഇത് തൻ്റെ പാസഞ്ചറിൻ്റെ വണ്ടിയല്ലേ ചേട്ടാ? ഒന്നും പറയാതെ ഒന്ന് ഫിക്സ് ചെയ്ത് തരുമോ? ഡോറൊക്കെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. വേഗം സോറി, ഞാൻ ഫിക്സ് ചെയ്ത് തരാം. വേഗം തന്നെ ഫിക്സ് ചെയ്ത് തരാം. ഓക്കെ ചേട്ടാ, താങ്ക് യു ചേട്ടാ. ചേട്ടാണ് മൊത്തം ഞാൻ ശരിയാക്കി. എന്താ ശരിയാക്കി? നേരെ മര്യാദയ്ക്ക് നേരെയൊക്കെ ഓടിച്ചുകൊണ്ട് കൊടുത്തോ? ശരി ചേട്ടാ, ഓക്കെ.